ഈ ഓഡിയോ സംഭാഷണമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ എൻ വിജയന്റെ മരുമകൾ പത്മജയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇതിലെ പ്രധാനമെന്ന് പറയുന്നത് ഒരു കരാറുമായി ബന്ധപ്പെട്ടാണ്. കരാറില്ല അല്ലെങ്കിൽ ആ കരാറിനെ കുറിച്ച് അറിയില്ല എന്ന് മറ്റു നേതാക്കളൊക്കെ പറയുമ്പോൾ കരാറ് പാലിക്കാനുള്ളതാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ജോസഫ് സാർ ഒന്ന് വിളിച്ചു നോക്കി അവരോടുള്ള കാര്യം ഒരു കാര്യം പറയാം. എനിക്ക് ഈ ഒളിച്ചുകളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണിയോടൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിനെ ഞങ്ങൾ കാണാൻ സമ്മതിക്കാത്ത സമയത്ത് അന്ന് ഇയാൾ വിളിച്ച് കൽപ്പറ്റ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടുന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞത് സമൂഹത്തിന്റെ അടിത്തട്ടിന്ന് വന്നതാണ് IC ബാലകൃഷ്ണൻ, അവനെ ത്രെട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. തന്നെ കാണാൻ പത്മജ വന്നിരുന്നതായി തിരുവഞ്ചൂർ തുറന്ന് സമ്മതിച്ചു. അവരെന്നെ വന്ന് കണ്ടിരുന്നു, പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവരവരുടേതായ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ പാർട്ടിയിൽ നിന്നും ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ നടന്ന അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയില്ല. റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. അവരെയെല്ലാം കണ്ടു, സംസാരിച്ചു, അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മളൊരു നിഗമനത്തിലെത്തി. ആ നിഗമനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KPCCക്ക് കൊടുക്കുകയും ചെയ്തു. KPCCക്ക് മാത്രമല്ല, എന്നെ ഈ കാര്യം നിയോഗിച്ച നേതാക്കന്മാർക്കും ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ടിനകത്തെ വിവരം ഞാനായിട്ട് പുറത്തു പറയുന്നത് ശരിയല്ല. അത് പുറത്തു വരണമെങ്കിൽ ആ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ പരസ്യപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നെ നിയോഗിച്ച ആളുകളാണ്. അല്ലാതെ ഞാൻ തന്നെ ഇത് ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിട്ട് അധപ്പതിക്കാൻ എനിക്ക് കഴിയില്ല. NM വിജയന്റെ കുടുംബത്തോട് കോൺഗ്രസ് നീതി പുലർത്തിയോ എന്ന ചോദ്യത്തിന് തിരുവഞ്ചൂരിന്റെ മറുപടി ഇങ്ങനെ: അല്ലല്ല, നീതി അനീതി പറയേണ്ട ഒരാൾ ഞാനല്ലല്ലോ. ഞാൻ പറയേണ്ടത് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. ഞാൻ നീതി വളർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ ചോദ്യം എന്ന് എനിക്കറിയാം. പത്മജയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തോടുള്ള എതിർപ്പ് പ്രകടമാക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.